അറബി ഭാഷയ്ക്ക് പ്രധാനമായും രണ്ട് കാലങ്ങളാണുള്ളത്. ഒന്ന് ഫിഅലുൽ മാളി ഭൂതകാലം, രണ്ട് ഫിഅലുൽ മുളാരി വർത്തമാന ഭാവി കാലം. കർത്താവ് മാറുന്നതിനനുസരിച്ച് ക്രിയാരൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുക അറബി ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. ഒരു ക്രിയാധാതുവിൽ നിന്ന് 14 രൂപങ്ങൾ അറബിയിൽ ഉണ്ടാവുന്നു. ഇതിന് സർഫ് എന്നാണ് പറയുന്നത്. ഭൂതകാലം ഫിഅലുൽ മാളിയുടെ 14 രൂപങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഫിഅലുൽ മാളി ഭൂതകാലം. ഫഅല പറഞ്ഞാൽ അവൻ, ഒരാൾ പ്രവർത്തിച്ചു. ഉദാഹരണമായി ഖതബ എന്ന ഫിഅലിൻ്റെ 14 രൂപങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഫഅല അവൻ, ഒരാൾ പ്രവർത്തിച്ചു. ഖതബ അവൻ, ഒരു പുരുഷൻ എഴുതി. ഫഅല അവർ, 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഖതബ അവർ, 2 പുരുഷന്മാർ എഴുതി. ഫഅലു അവർ, കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഖതബു അവർ, കുറേ പുരുഷന്മാർ എഴുതി. ഫഅലത് അവൾ, ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഖതബത് അവൾ, ഒരു സ്ത്രീ എഴുതി. ഫഅലതാ അവൾ, 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഖതബതാ അവൾ, 2 സ്ത്രീകൾ എഴുതി. ഫഅൽത അവർ, കുറേ സ്ത്രീകൾ പ്രവർത്തിച്ചു. ഖതബ്ത അവർ, കുറേ സ്ത്രീകൾ എഴുതി. ഇനി ഫഅൽത നീ, ഒരു പുരുഷൻ പ്രവർത്തിച്ചു. ഖതബ്ത നീ, ഒരു പുരുഷൻ എഴുതി. ഫഅൽതുമാ നിങ്ങൾ, 2 പുരുഷന്മാർ പ്രവർത്തിച്ചു. ഖതബ്തുമാ നിങ്ങൾ, 2 പുരുഷന്മാർ എഴുതി. ഫഅൽതും നിങ്ങൾ, കുറേ പുരുഷന്മാർ പ്രവർത്തിച്ചു. ഖതബ്തും നിങ്ങൾ, പുരുഷന്മാർ എഴുതി. ഫഅൽതി നീ, ഒരു സ്ത്രീ പ്രവർത്തിച്ചു. ഖതബ്തി നീ, ഒരു സ്ത്രീ എഴുതി. ഫഅൽതുമാ നിങ്ങൾ, 2 സ്ത്രീകൾ പ്രവർത്തിച്ചു. ഖതബ്തുമാ നിങ്ങൾ, 2 സ്ത്രീകൾ എഴുതി. ഫഅൽതുന്ന നിങ്ങൾ, സ്ത്രീകൾ പ്രവർത്തിച്ചു. അതായത് ഖതബ്തുന്ന നിങ്ങൾ, കുറേ സ്ത്രീകൾ എഴുതി. ഫഅൽതു ഞാൻ, ഒരു എഴുതി. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഖതബ്തു ഞാൻ എഴുതി. ഫഅൽനാ ഞങ്ങൾ, ഓർ നമ്മൾ പ്രവർത്തിച്ചു. ഖതബ്നാ ഞങ്ങൾ, ഓർ നമ്മൾ എഴുതി. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.